നമോ നാരായണായ. ശ്രീമന്നാരായണീയം ദശകം 25 നരസിംഹാവതാരം. ഭഗവാൻ നാരായണന്റെ അവതാരങ്ങളിൽ നാലാമത്തേതായിട്ടുള്ള അവതാരമാണ് നരസിംഹാവതാരം. ഏറ്റവും ഉഗ്രമായിട്ടുള്ള അവതാരമാണ്. നമുക്കറിയാം, അസുര രാജാവായ ഹിരണ്യകശിപുവിനെ വധിക്കാനും ഭക്തനായ പ്രഹ്ലാദനെ സംരക്ഷിക്കുവാനുമാണ് ഭഗവാൻ പാതി മനുഷ്യനും പാതി സിംഹവുമായ ഈ രൂപത്തിൽ അവതരിച്ചത് എന്നും, മനുഷ്യരോ മൃഗങ്ങളോ ആയുധങ്ങളോ കൊണ്ട് തനിക്ക് മരണമുണ്ടാകരുതെന്നും, വീടിനകത്തു വെച്ചോ പുറത്തു വെച്ചോ രാത്രിയിലോ പകലോ ആകാശത്തു വെച്ചോ ഭൂമിയിൽ വെച്ചോ ഇപ്രകാരം ഒന്നും തനിക്ക് മരണമുണ്ടാകരുതെന്ന് ബ്രഹ്മാവിൽ നിന്ന് ഹിരണ്യകശിപു വരം നേടിയിരുന്നു എന്ന് നമുക്കറിയാം. നമ്മൾ കഴിഞ്ഞ ദശകത്തിൽ ഇതെല്ലാം കേട്ടതാണ്. സന്ധ്യാസമയത്ത് രാത്രിയുമല്ല പകലുമല്ല, വീടിന്റെ ഉമ്മറപ്പടിയിലാണ്, അകത്തുമല്ല പുറത്തുമല്ല, തന്റെ മടിയിലിരുത്തിക്കൊണ്ടാണ്, ഭൂമിയിലുമല്ല ആകാശത്തുമല്ല, ആയുധങ്ങൾ ഉപയോഗിക്കാതെ നഖങ്ങൾ കൊണ്ട് ഹിരണ്യകശിപുവിനെ വധിച്ചു കളഞ്ഞു. അതാണ് നമ്മളിപ്പോ കേൾക്കാൻ പോകുന്ന അത്ര ഘോരമായിട്ടുള്ള ആ ഒരു നരസിംഹ രൂപത്തെ അപ്രകാരം തന്നെ മേൽപ്പത്തൂർ നമുക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുകയാണ് നരസിംഹാവതാരത്തിലൂടെ. മേൽപ്പത്തൂരിനെ ഒന്ന് നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ദശകത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ശ്ലോകം: സ്തംഭേ കട്ടയതോ ഹിരണ്യകശിപോ കർണൗ സമാചൂർണയൻ ആകൂർണജ്ജഗദണ്ഡകുണ്ഡകുഹരോ ഘോരസ്തവാപൂദ്രവാ ശ്രുത്വായം കില ദൈത്യരാജഹൃദയേ പൂർവം കദാപ്യശ്രുതം കമ്പകശ്ചന സംപപാദചലിതോപ്യംഭോജപൂർവിഷ്ടരാത്. സ്തംഭേ കട്ടയഃ ഹിരണ്യകശിപോഃ കർണൗ സമാചൂർണയൻ ആകൂർണ ജഗദണ്ഡ കുണ്ഡകുഹരഃ ഘോരഃ തവ അഭൂത് രവഃ ശ്രുത്വാ യം കില ദൈത്യരാജഹൃദയേ പൂർവം കദാപി അശ്രുതം കമ്പഃ കശ്ചന സംപപാദചലിതഃ അപി അംബോജപുഹു വിഷ്ടരാത്. സ്തംഭേ കട്ടയഃ. പ്രഹ്ലാദന്റെ ആ വാക്ക് കേട്ട് മഹാവിഷ്ണു സകല പ്രപഞ്ചത്തിന്റെയും ആത്മാവാണെങ്കിൽ എല്ലാത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണമല്ലോ, അങ്ങനെയെങ്കിൽ ഈ സ്തംഭത്തിലുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് വെട്ടിപ്പൊളിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. ഉണ്ടോ, ഉണ്ടെങ്കിൽ കാണണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് വെട്ടുന്നത്. അപ്പോൾ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് പറയുവാനുള്ള ആ ഒരു ശക്തി മേൽപ്പത്തൂരിനുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞ് നിർത്തിപ്പോന്നത്. അതിന്റെ തുടർച്ചയായിട്ട് പറയുകയാണ്: ആ സ്തംഭത്തിൽ അങ്ങനെ വെട്ടിയപ്പോൾ ഹിരണ്യകശിപുവിന്റെ കർണവും ചെവികൾ രണ്ടും സമാചൂർണയൻ തുളഞ്ഞിറങ്ങുന്നത് പോലെ ആകൂർണ ജഗദണ്ഡ കുണ്ഡകുഹരഃ ആ ബ്രഹ്മാണ്ഡ കടാഹത്തിന്റെ അന്തർഭാഗത്ത് വസിക്കുന്ന ആ സകല ചരാചരങ്ങളെയും ഭ്രമിപ്പിക്കുന്ന തരത്തിലുള്ള ഘോരാരവഹ അതിഭയങ്കരമായ ഒച്ച തവാഭൂത് അങ്ങയിൽ നിന്നുമുണ്ടായി. പൂർവം കദാപി മുമ്പൊരിക്കൽ പോലും അശ്രുതം കില കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള സിംഹനാദമാണ് കേട്ടത്. യം ശ്രുത്വ അത് കേട്ടിട്ട് ദൈത്യരാജഹൃദയെ അസുര രാജാവായ ഹിരണ്യകശിപുവിന്റെ ഉള്ളിൽ കമ്പ കശ്ചന സംഭപാത എന്തെന്നില്ലാത്ത ഒരു വിറയൽ ഉണ്ടായി വന്നു. അംഭോജബുഹു അഭി ആ ബ്രഹ്മാവ് പോലും വിഷ്ടരാത് തന്റെ ഇരിപ്പിടത്തിൽ നിന്ന് ഒന്നിളകിപ്പോയി. സ്തംഭേ കട്ടയതോ ഹിരണ്യകശിപോ കർണൗ സമാചൂർണയൻ ആകൂർണജ്ജഗദണ്ഡകുണ്ഡകുഹരോ ഘോരസ്തവാപൂദ്രവാ ശ്രുത്വായം കില ദൈത്യരാജഹൃദയേ പൂർവം കദാപ്യശ്രുതം കമ്പകശ്ചന സംപപാദചലിതോപ്യംഭോജപൂർവിഷ്ടരാത്. ശ്ലോകം 2. ദൈത്യേ ദിക്ഷു വിസൃഷ്ട ചക്ഷുഷി മഹാസംഭ്രംഭണീ സ്തംഭദാ സംഭൂതം ന മൃഗാത്മകം ന മനുജാകാരം വപുസ്തേ വിഭോ കിം കിം ഭീഷണമേതദ്ഭുതമിതി വ്യുദ്ഭ്രാന്തചിത്തേ സുരേ വിസ്ഫൂർജദ്ദവളോഗ്രരോമ വികസദ്വർഷ്മാ സമാജൃംഭദാ. ദൈത്യേ ദിക്ഷു വിസൃഷ്ട ചക്ഷുഷി മഹാസംരംഭണി സ്തംഭദഃ സംഭൂതം ന മൃഗാത്മകം ന മനുജാകാരം വപുഃ തേ വിഭോ കിം കിം ഭീഷണം ഏതത് അദ്ഭുതം ഇതി വ്യുദ്ഭ്രാന്ത ചിത്തേ അസുരേ വിസ്ഫൂർജത് ധവളോഗ്ര രോമ വികസത് വഷ്മ സമാജൃംഭത. മഹാസംരംഭണി ആ സിംഹനാദം കേട്ട് അത്യധികം കോപത്തോടുകൂടി ആ ഹിരണ്യകശിപു ഈ ശബ്ദത്തിന്റെ ഉത്ഭവം എവിടെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് എല്ലാ ദിക്കിലേക്കും തന്റെ കണ്ണുകളെ ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിക്ഷു വിസൃഷ്ട ചക്ഷുഷി തന്റെ കണ്ണുകൾ ചുറ്റും
ചുറ്റിലും ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇത് എവിടെ നിന്നാണ് ഈ ശബ്ദം ഉണ്ടായത് എന്ന് കണ്ടുപിടിക്കുവാൻ എല്ലാ ദിക്കിലേക്കും തന്റെ കണ്ണുകളെ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടേയിരുന്നു. ആ അവസരത്തിൽ, അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ, ന മൃഗാത്മകം, മൃഗത്തിന്റെ ആകാരമല്ലാത്ത, ന മനുജാകാരം, എന്നാൽ മനുഷ്യന്റെ ആകാരവുമല്ല, മൃഗമാണോ അതല്ല, മനുഷ്യനാണോ അതുമല്ല, തേ വപുഹു, അവിടുത്തെ ശരീരം സ്തംഭതഃ സംഭൂതം, ആ സ്തംഭത്തിൽ നിന്നും പുറത്തേക്ക് ചാടി. അസുരേ, അപ്പോൾ ആ അസുരൻ ഭീഷണം അദ്ഭുതം, അതിഭയങ്കരമായിട്ടുള്ള, മാത്രമല്ല അത്യാശ്ചര്യമായിട്ടുള്ള ആ രൂപം, കിം കിം ഇതി വ്യുത്ഭ്രാന്ത ചിത്തേ, ഇതെന്തൊരു ജീവിയാണ് എന്ന് ചിന്തിച്ച് സംഭ്രമിച്ചു നിൽക്കുമ്പോൾ, വിസ്ഫൂർജ ധവള ഉഗ്ര രോമ വികസത് വർഷ്മ, എഴുന്നു നിൽക്കുന്ന വെളുത്ത കൂർത്ത രോമങ്ങളാൽ സമാജൃംഭത, പെട്ടെന്നങ്ങ് വളർന്ന് ആകാശം മുക്ത ഭയങ്കര രൂപിയായി തീർന്നു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. ദൈത്യേ ദിക്ഷു വിസൃഷ്ട ചക്ഷുഷി മഹാസംരംഭണി സ്തംഭത, സംഭൂതം ന മൃഗാത്മകം ന മനുജാകാരം വപുസ്തേ വിഭോ, കിം കിം ഭീഷണമേതദ്ഭുതമിതി വ്യുദ്ഭ്രാന്ത ചിത്തേ സുരേ, വിസ്ഫൂർജദ്ധവളോഗ്രരോമ വികസദ്വർഷ്മാ സമാജൃംഭത. മൂന്നാമത്തെ ശ്ലോകം. തപ്തസ്വർണ സവർണ കൂർണദതിരൂക്ഷാക്ഷം സടാകേസര, പ്രോത്കമ്പ പ്രനികുംബിതാംബരമഹോ ജീയാത്തവേദം വപു, വ്യാപ്ത മഹാദരീ സഖമുഖം ഖഡ്ഗോഗ്രവൽഗന്മഹ, ജിഹ്വാ നിർഗമ ദൃശ്യമാനസു മഹാദംഷ്ട്രായുഗോഠാമരം. തപ്ത സ്വർണ സവർണ കൂർണത് അതിരൂക്ഷാക്ഷം സടാകേസര, പ്രോത്കമ്പ പ്രനികുംബിതാംബരം അഹോ ജിയാത് തവ ഇദം വപുഹു, വ്യാപ്ത മഹാദരി, വ്യാപ്ത മഹാദരി സഖമുഖം ഖഡ്ഗോഗ്രവൽഗൻ മഹാജിഹ്വാ നിർഗമ ദൃശ്യമാനസു മഹാ ദംഷ്ട്രായുഗോഠാമരം. ഖൽഗോഗ്ര വൽഗൻ മഹാജിഹ്വാ നിർഗമ ദൃശ്യമാനസു മഹാദംഷ്ട്രായുഗോഠാമരം. തപ്തസ്വർണ സവർണം, അങ്ങനെ തപിക്കുന്ന, അതായത് സ്വർണം തീയിലിട്ട് ചുടുമ്പോൾ എപ്രകാരമാണോ ജ്വലിക്കുന്നത് അതുപോലെ ചുമന്ന് തുടുത്ത് കണ്ണ് ജ്വലിക്കുകയാണ്. അതേപോലെ കൂർണതതിരൂക്ഷാക്ഷം, അത്യന്തം രൂക്ഷങ്ങളായ കണ്ണുകളോടും, അതേപോലെ സടാകേസരം, ആ സ്കന്ധരോമങ്ങൾ, ആ രോമങ്ങളുടെ ചലനം കാരണം ആകാശത്തെ പോലും മറയ്ക്കുന്നു, ആകാശമാർഗത്തെ പോലും മറയ്ക്കുന്നു. പ്രോത്കമ്പ പ്രണികുംഭിത അംബരം, ആകാശത്തെ പോലും മറയ്ക്കുന്ന തരത്തിൽ നിൽക്കുന്ന രോമം. വ്യാപ്ത മഹാദരീ സഖമുഖം, മഹാഗുഹ പോലെ വിസ്താരത്തിൽ അങ്ങനെ തുറന്നിരിക്കുന്ന ആ വായ. ഖഡ്ഗോഗ്ര വൽഗൻ മഹാജിഹ്വ, ഖഡ്ഗം പോലെ വാളുപോലെയുള്ള നാക്ക്. നിർഗമ ദൃശ്യമാനഹ, അങ്ങനെ മഹാഗുഹ പോലെ വിസ്താരത്തിൽ അങ്ങനെ തുറന്നിരിക്കുന്ന മുഖദ്വാരത്തില് പുറത്തേക്ക് നീട്ടിയിരിക്കുന്ന ആ നീണ്ടു വളഞ്ഞിളകുന്ന വാൾ പോലെയുള്ള നാക്ക്. പിന്നെയോ സുമഹാദംഷ്ട്രായുഗോഠാമരം, അതിന്റെ ഇരുവശങ്ങളിലുമായി കാണപ്പെടുന്ന ഭയാനകമായിട്ടുള്ള കൂർത്ത മൂർത്ത ആ പല്ലുകളോടും കൂടിയ. അഹോ, അയ്യോ ഭഗവാനെ, തവ ഇദം വപുഹു, അങ്ങയുടെ ആശ്ചര്യകരമായിട്ടുള്ള ആ രൂപം ജിയാത്, ജയിക്കട്ടെ. തീയിലിട്ട് ചുട്ടുപഴുത്ത സ്വർണം പോലെ തിളങ്ങുന്ന അത്യന്തം രൂക്ഷങ്ങളായ കണ്ണുകളും കുഞ്ചുരോമങ്ങളുടെ ആ ചലനം കാരണം ആകാശമാർഗത്തെ പോലും മറയ്ക്കുന്ന തരത്തിലുള്ള ഉന്നത ശരീരിയായിട്ടുള്ള ആ നരസിംഹരൂപിയുടെ വായ മഹാഗുഹ പോലെ വിസ്താരത്തിൽ അങ്ങനെ തുറന്നിരിക്കുന്നു. ആ വായയിലൂടെ പുറത്തേക്ക് നീട്ടിയിരിക്കുന്ന നീണ്ടു വളഞ്ഞിളകുന്ന വാൽ പോലെയുള്ള ആ നാക്കിന്റെ ഇരുവശത്തുമായിട്ട് കാണപ്പെടുന്ന ഭയാനകമായിട്ടുള്ള ദംഷ്ട്രങ്ങളോടും കൂടിയ. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ആശ്ചര്യകരമായിട്ടുള്ള ആ രൂപത്തെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. തപ്ത സ്വർണ സവർണ കൂർണതതിരൂക്ഷാക്ഷം സടാകേസര, പ്രോത്കമ്പ പ്രനികുംഭിതാംബരമഹോ ജീയാത്തവേദം വപൂ, വ്യാപ്ത
വ്യാപ്തമഹാദരീ സഖമുഖം ഖഡ്ഗോഗ്രവൽഗന്മഹാ ജിഹ്വാ നിർഗമദൃശ്യമാനസുമഹാദംഷ്ട്രായുഗോടാമരം. ശ്ലോകം 4. ഉത്സർപ്പദ്വലിഭംഗഭീഷണഘനും ഹ്രസ്വസ്തവീയസ്തരഗ്രീവം പീവരദോഷദോദ്ഗതനഖ ക്രൂരാംശു ദൂരോദ്ബണം വ്യോമോലംഘി ഖനാഖനോപമഖന പ്രധ്വാന നിർധാവിത സ്പർദ്ധാലു പ്രകരം നമാമി ഭവദസ്തം നാരസിംഹം വപൂ. ഉത്സർപ്പത് വലി ഭംഗ ഭീഷണഹനും ഹ്രസ്വസ്ത വീയസ്തരഗ്രീവം പീവരദോ ശതോദ്ഗത നഖ ക്രൂരാംശു ദൂരോദ്ബണം വ്യോമോലംഘി ഖനാഖന ഉപമ ഖന പ്രധ്വാന നിർധാവിത സ്പർദ്ധാലു പ്രഹരം നമാമി ഭവത തത് നാരസിംഹം വപുഹു. ഉത്സർപ്പത് വലി, ഉത്സർപ്പത മുകളിലേക്ക്, അതായത് സിംഹനാദം മുഴക്കുന്ന ആ അവസരത്തിൽ മുകളിലേക്ക് കയറുന്ന ആ ഞരമ്പുകൾ, ആ ഞരമ്പുകളുടെ ഞൊറികളെ കൊണ്ട് ഭംഗഭീഷണ ഹനും, ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ആ ഹനും, താടി, കീഴ്ത്താടിയോട് കൂടിയ ഹ്രസ്വസ്ത വീയസ്തരഗ്രീവം, നീളം കുറഞ്ഞ തടിച്ച കഴുത്തോടും പീവരത് ശതോദ്ഗത നഖം, അനേകം കൈകളിൽ നിന്നും പുറപ്പെട്ടു നിൽക്കുന്ന ആ നഖങ്ങൾ, ആ നഖങ്ങളുടെ ശത ഉദ്ഗതം, അതിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ക്രൂരാംശു ദൂരോദ്ബണം, തീഷ്ണമായ രശ്മികളാൽ അതിഭീകരമായിട്ടുള്ള വ്യോമോലംഘി, ആ വ്യോമം, ആകാശം മുട്ടി നിൽക്കുന്ന ഖനോപമകനം, ആ മഴമേഘങ്ങളുടെ ഖനപ്രധ്വാന നിർധാവിതം, ആ മുഴക്കം, ഇടിമുഴക്കം, അങ്ങനെ മഴ പെയ്യുവാൻ തുടങ്ങുന്ന മൂടിക്കെട്ടിരിക്കുന്ന ആകാശത്ത് നിന്നുണ്ടാകുന്ന ആ ഇടിമുഴക്കം, ആ വലിയ ഇടിമുഴക്കം പോലെ അതിന് തുല്യമായിട്ടുള്ള ആ ഗർജനത്താൽ സ്പർദ്ധാലു പ്രഹരം, അവിടെ ഉണ്ടായിരുന്ന മറ്റ് അസുരന്മാരെ എല്ലാം ആട്ടി ഓടിച്ചുകൊണ്ട് ഭവതഹ, അങ്ങയുടെ തത് നാരസിംഹം വപുഹു, ആ നരസിംഹാകാരത്തെ അഹം നമാമി, ഞാൻ നമസ്കരിക്കുന്നു. അങ്ങനെ ഗർജിച്ചുകൊണ്ട് ആ സിംഹനാദം മുഴക്കുന്ന അവസരത്തിൽ മുകളിലേക്ക് കയറുന്ന ആ ഞരമ്പുകളുടെ ഞൊറികളെ കൊണ്ട് ഏറ്റവും ഭീകരമായിട്ടുള്ള അവസ്ഥയെ തോന്നിക്കുന്ന ആ കീഴ്ത്താടി, അത്രയും ഭീകരമായ കവിൾത്തടവും നീളം കുറഞ്ഞ് തടിച്ച കഴുത്തും തടിച്ച അനേകം കൈകളിൽ നിന്ന് പുറപ്പെടുന്ന ആ നഖങ്ങൾ, മൂർച്ചയുള്ള ഒരു കത്തി പോലെയുള്ള നഖങ്ങളും, ആകാശത്ത് ഉരുണ്ടുകൂടുന്ന പുതിയ കാർമേഘങ്ങളുടെ ഇടയിൽ നിന്ന് വരുന്ന ആ വലിയ പ്രകമ്പനം, ആ ഇടിനാദം പോലെയുള്ള ഗർജനം കൊണ്ട് അസുരന്മാരെ മുഴുവൻ ആട്ടി ഓടിച്ചുകൊണ്ട് നിൽക്കുന്ന, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ആ നരസിംഹ രൂപത്തെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. ഉത്സർപ്പദ്വലിഭംഗഭീഷണഘനും ഹ്രസ്വസ്തവീയസ്തരഗ്രീവം പീവരദോഷദോദ്ഗതനഖ ക്രൂരാംശു ദൂരോദ്ബണം വ്യോമോലംഘി ഖനാഖനോപമഖന പ്രധ്വാന നിർധാവിത സ്പർദ്ധാലു പ്രകരം നമാമി ഭവദസ്തം നാരസിംഹം വപൂ. അഞ്ചാമത്തെ ശ്ലോകം. നൂനം വിഷ്ണുരയം നിഹമ്യമുമതി ഭ്രാമ്യദ്ഗദാഭീഷണം ദൈത്യേന്ദ്രം സമുപാദ്രവന്തമധൃതാ ദോർഭ്യാം പിതൃഭ്യാമമും വീരോ നിർഗളിതോദ ഖഡ്ഗഫലഗൗ ഗൃഹ്ണൻ വിചിത്രശ്രമാൻ വാവൃണ്വൻ പുനരാപപാദഭുവനഗ്രാസോദ്യതം ത്വാമഹോ. നൂനം വിഷ്ണുഃ അയം നിഹന്മി അമും ഇതി ഭ്രാമ്യദ്ഗദാഭീഷണം ദൈത്യേന്ദ്രം സം ഉപാദ്രവന്തം അധൃതാഃ ദോർഭ്യാം പിതൃഭ്യാം അമും പീവരഃ നിർഗളിതഃ അഥ ഖഡ്ഗഫലഗൗ ഗൃഹ്ണൻ വിചിത്രശ്രമാൻ വ്യാവൃണ്വൻ പുനഃ ആപപാദ ഭുവന ഗ്രാസോദ്യ തം ത്വാം അഹോ. അയം വിഷ്ണുഃ നൂനം, തീർച്ചയായും ഇത് ആ വിഷ്ണു തന്നെയാണ്, ഇത് അവന്റെ കളിയാണ്, വ്യാജവേഷം ധരിച്ച് വന്നിരിക്കുകയാണ്, എന്റെ ആ സഹോദരനെ വധിച്ചവനായിട്ടുള്ള ഇവനെ ഇപ്പോൾ തന്നെ കൊല്ലണം എന്ന് നിശ്ചയിച്ചുറപ്പിച്ചിട്ട് അമും നിഹന്മി, ഇവനെ കൊല്ലുക തന്നെ വേണം, ഇതി ഇപ്രകാരം ചിന്തിച്ച് ഭ്രാമ്യത് ഗദാഭീഷണം, അതിഭയങ്കരമായ തന്റെ ആ ഗദയെ ചുഴറ്റിക്കൊണ്ട് സം ഉപാദ്രവന്തം, ഓടി വരികയാണ്. ആ ഗദയും ചുഴറ്റിക്കൊണ്ട് ഓടി വന്ന അമും ദൈത്യേന്ദ്രം, ആ അസുരരാജനായ ഹിരണ്യകശിപുവിനെ പിതൃഭ്യാം ദോർഭ്യാം, തന്റെ ആ തടിച്ച ശക്തിയേറിയ ആ കൈകളാൽ അധൃതാഹ കടന്നു പിടിച്ചു. പീവരഹ, എന്നാൽ ആ പീവരനാകട്ടെ, അതായത് ആ അസുരരാജാവാകട്ടെ, നിർഗളിതഹ, അപ്പോൾ ഭഗവാന്റെ കയ്യിൽ നിന്നും കുതറി മാറി. അതാ പിന്നീട് ഖഡ്ഗഫലഗൗ ഗൃഹ്ണൻ, ആ ഖഡ്ഗം ഫലകം, അതായത് വാളും പരിചയും ഗൃഹ്ണൻ എടുത്തുകൊണ്ട് വിചിത്ര
വിചിത്രശ്രമാൻ വ്യാവൃണ്വൻ. പലതരത്തിലുള്ള അഭ്യാസമുറകളെ ഭഗവാന്റെ നേർക്ക് പ്രയോഗിച്ചുകൊണ്ട് ഭുവനഗ്രാസോദ്യതം, ഈ ഭുവനത്തെ മുഴുവൻ ഗ്രസിക്കുവാൻ കഴിയുള്ള, ബ്രഹ്മാണ്ടത്തെ മുഴുവൻ വിഴുങ്ങുവാൻ കഴിയുള്ള ഇത്രയും ഉന്നത രൂപിയായിട്ടുള്ള ആ നരസിംഹത്തിന്റെ അടുത്തോട്ടാണ് ഈ വാളും പരിചയമൊക്കെ ആയിട്ട് ഈ ചെറിയ മനുഷ്യൻ ചെല്ലുന്നത്. അതാണ് പറയുന്നത്, ത്വാം, അങ്ങനെയുള്ള അങ്ങയുടെ നേർക്ക് പുനഃ ആപപാത, വീണ്ടും വീണ്ടും ചാടി വീണു. അങ്ങനെ തന്റെ സഹോദരനെ വധിച്ചവനായിട്ടുള്ള ഇവൻ, ആ വിഷ്ണു, അവൻ തന്നെയാണ് ഈ മായാവേഷം ധരിച്ച് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് ഇവന്റെ പണിയാണ്, ഇവനെ വെറുതെ വിട്ടുകൂടാ, ഇവനെ വധിക്കുക തന്നെ വേണം എന്ന് നിശ്ചയിച്ചുറപ്പിച്ചുകൊണ്ട് അതിഭയങ്കരമായ തന്റെ ആ ഗദയെ ചുഴറ്റിക്കൊണ്ട് ഭഗവാന്റെ നേർക്ക് ഓടി വന്നു. അപ്പോൾ ഭഗവാനാകട്ടെ തന്റെ ആ തടിച്ച ശക്തിയേറിയ കൈകൊണ്ട് അവനെ കടന്നു പിടിച്ചു. ആ പിടുത്തത്തിൽ നിന്ന് കുതറി മാറിക്കൊണ്ട് വാളും പരിചയം എടുത്തുകൊണ്ടുവന്ന് പലതരത്തിലുള്ള അഭ്യാസമുറകളെ ഭഗവാന്റെ നേർക്ക് കാണിച്ചു. അല്ലയോ ഭഗവാനെ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ വിഴുങ്ങുവാൻ പാകത്തിൽ ഇങ്ങനെ ആകാശമുട്ട് വളർന്നു നിൽക്കുന്ന അങ്ങയുടെ നേർക്കാണ് ഈ വിഡ്ഢി ഇപ്രകാരം ചെയ്യുന്നത്. ഇവൻ അറിയത്തില്ലല്ലോ തുടർന്നെന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന്. നൂനം വിഷ്ണുരയം നിഹമ്യമുമതി ഭ്രാമ്യദ്ഗദാഭീഷണം ദൈത്യേന്ദ്രം സമുപാദ്രവന്തമധൃധാ ദോർഭ്യാം പിതൃഭ്യാമമും വീരോ നിർഗലിതോദ ഖഡ്ഗഫലഗൗ ഗൃഹ്ണൻ വിചിത്രശ്രമാൻ വ്യാവൃണ്വൻ പുനരാപപാദഭുവനഗ്രാസോദ്യതം ത്വാമഹോ. ശ്ലോകം 6. ഭ്രാമ്യന്തം ദിദിജാധമം പുനരഭിപ്രോദ്ഗൃഹ്യ ദോർഭ്യാം ജവാദ് ദ്വാരേ ധോരുയുഗേ നിപാത്യ നഖരാൻ ബുദ്ഘായ വക്ഷോ ഭുവി നിർഭിന്ദന്നധിഗർഭ നിർഭരകളദ്രക്താംബുബദ്ധോത്സവം പായം പായമുദൈരയോ ബഹുജഗ സംഭാരി സിംഹാരവാൻ. ഭ്രാമ്യന്തം ദിദിജാ അധമം പുനഃ അപി പ്രോദ്ഗൃഹ്യ ദോർഭ്യാം ജവാദ് ദ്വാരേ അധ ഊരുയുഗേ നിപാത്യ നഖരാൻ ഉദ്ഗായ വക്ഷോഭുവി നിർഭിന്ദൻ അതിഗർഭ നിർഭര ഗളത് രക്താംബു ബദ്ധോത്സവം പായം പായം ഉദൈരയഃ ബഹു ജഗത് സംഹാരി സിംഹാരവാൻ. ഭ്രാമ്യന്തം, പിടികൊടുക്കാതെ വട്ടം തിരിയുന്ന ദിദിജാ അധമം, ആ ദുർബുദ്ധിയായ ആ അസുരനെ, ആ ദിതിസുതനെ പുനഃ അപി, വീണ്ടും അങ്ങ് ജവാദ്, കടന്നു പിടിച്ചിട്ട് ദോർഭ്യാം പ്രോദ്ഗൃഹ്യ, രണ്ട് കൈകൊണ്ടും മുറുകെ പിടിച്ച് പൊക്കിയെടുത്ത് അധ ദ്വാരെ, പിന്നീട് ആ ദ്വാരത്തിൽ, അതായത് ആ വീടിന്റെ ദ്വാരത്തിൽ ഉമ്മറപ്പടിയിൽ ഇരുന്നുകൊണ്ട് ഊരുയുഗേ, തന്റെ ആ രണ്ട് തുടകളുടെയും മുകളിലായിട്ട് അങ്ങോട്ട് മലർത്തി കിടത്തിയിട്ട്, നിപാത്യ, മലർത്തി കിടത്തിയിട്ട്, വക്ഷോഭുവി, അവന്റെ ആ മാറിടത്തിൽ നഖരാൻ ഉദ്ഘായ, നഖങ്ങൾ കുത്തിയിറക്കി, കൂർത്തുമൂർത്ത ആ നഖങ്ങൾ കുത്തിയിറക്കി, നഖരാൻ ഉദ്ഘായ നിർഭിന്ദൻ, ആ നഖങ്ങൾ കുത്തിയിറക്കി മാറിടം പിളർന്നു. അതിഗർഭ നിർഭരം, ഉള്ളിൽ നിന്ന് അപ്പോഴേക്ക് കൂടുകൂടെ ചോര പുറത്തേക്ക് ചാടാൻ തുടങ്ങി. ആ ചാടിയ രക്താംബു, ആ ചുടുചോര ബദ്ധോത്സവം, ഇങ്ങനെ വാരി ആരാധിച്ചു, സ്വയം ആ ശരീരത്ത് വാരി ഇങ്ങനെ ആരാധിച്ചു, എന്നിട്ട് കുടിക്കുകയാണ്. അങ്ങനെ കുടിച്ചുകൊണ്ട് ഉത്സാഹത്തോടുകൂടി പായം പായം, തുടരെ തുടരെ അത് കുടിച്ചുകൊണ്ട്, ആ നിണം അങ്ങനെ തുടരെ തുടരെ കുടിച്ചുകൊണ്ട് ജഗത് സംഹാരി സിംഹാരവാൻ, അണ്ഡകടാഹങ്ങളെ ഭേദിക്കും വണ്ണം അത്യുച്ചത്തിൽ ഘോരം ഗർജനം മുഴക്കി. ഭഗവാന്റെ ചുറ്റും നടന്നുകൊണ്ട് പലതരത്തിലുള്ള അഭ്യാസമുറകൾ പ്രയോഗിച്ചുകൊണ്ട് ആ ദുർബുദ്ധിയായ അസുരൻ വീണ്ടും വീണ്ടും പലതരത്തിലുള്ള അഭ്യാസങ്ങൾ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്ന അവനെ എടുത്തുയർത്തിക്കൊണ്ട് ആ വാതിലിന്റെ ദ്വാരത്തിൽ വന്നിരുന്ന്, ആ ഉമ്മറപ്പടിയിൽ വന്നിരുന്നിട്ട് തന്റെ മടിയിലായിട്ട് മലർത്തി കിടത്തി നഖങ്ങൾ കൊണ്ട് കുത്തിയിറക്കി, മാറ് പിളർന്ന് അതിൽ നിന്ന് ചുടുനിണം വാരി ആരാധിച്ചു. ഉത്സാഹത്തിമിർപ്പോടെ അണ്ഡകടാഹങ്ങളെ ഭേദിക്കും വണ്ണം അത്യുച്ചത്തിൽ ഗർജിച്ചുകൊണ്ട് അങ്ങനെ വീണ്ടും വീണ്ടും ആ നിണം ഇങ്ങനെ വാരി ആരാധിച്ചു കൊണ്ടേയിരുന്നു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. പകലോ രാത്രിയിലോ ദേവനാലോ മനുഷ്യനാലോ പക്ഷിയാലോ മൃഗത്താലോ ഭൂമിയിലോ ജലത്തിലോ വെച്ച് യാതൊരു ആയുധങ്ങളാലും തനിക്ക് മരണം സംഭവിക്കരുത്. അപ്രകാരം തന്നെ പകുതി മനുഷ്യനും പകുതി മൃഗവുമായിട്ട് ആ നരസിംഹ രൂപമായിട്ട് അവതരിച്ച് വാതിൽപ്പടിയിൽ ഇരുന്നു കൊണ്ട് തന്റെ ആ മടിയിൽ പിടിച്ചു കിടത്തി കൈയുടെ നഖങ്ങളാൽ മാറിടം പിളർന്ന ഹിരണ്യകശിപുവിനെ കൊന്നു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. ഭ്രാമ്യൻ
നിർഭിന്ദം ദിദിജാതമം പുനരഭിഭ്രോദ്ഗൃഹ്യ ദോർഭ്യാം ജവാദ് ദ്വാരേ ധോരുയുഗേ നിപാത്യ നഖരാൻ വുദ്ഘായ വക്ഷോ ഭുവി നിർഭിന്ദന്നധിഗർഭ നിർഭരകളദ്രക്താംബുബദ്ധോത്സവം പായം പായമുദൈരയോ ബഹുജഗത് സംഹാരി സിംഹാരവാൻ. ശ്ലോകം 7. തെക്ത്വാ തം ഹതമാശു രക്തലഹരി സിക്തോന്നമത്വർഷ്മണി പ്രത്യുത്പത്യ സമസ്തദൈത്യപടലിം ചാഖ്യാഥ്യമാനേ ത്വയി ഭ്രാമ്യദ്ഭൂമി വികമ്പിതാംബുധികുലം വ്യാലോലശൈലോത്കരം പ്രോത്സർപ്പത്കചരം ചരാചരമഹോ ദുസ്താമവസ്ഥാം ദധൗ. തിക്താ തം ഹതം ആശു രക്തലഹരി സിക്ത ഉന്നമദ്വർഷ്മണി പ്രത്യുത്പത്യ സമസ്ത ദൈത്യപടലിം ച ആഖ്യാദ്യമാനേ ത്വയി ഭ്രാമ്യത് ഭൂമി വികമ്പിതാം ബുധികുലം വ്യാലോല ശൈലോത്കരം പ്രോത്സർപ്പത് ഖജരം ചരാചരം അഹോ ദുസ്താം അവസ്ഥാം ദധൗ. തെക്ത്വാ തം ഹതമാശു രക്തലഹരി സിക്തോന്നമദ്വർഷ്മണി പ്രത്യുത്പത്യ സമസ്തദൈത്യപടലിം ചാഖ്യാഥ്യമാനേ ത്വയി ഭ്രാമ്യത് ഭൂമി വികമ്പിതാം ബുധികുലം വ്യാലോല ശൈലോത്കരം പ്രോത്സർപ്പത്കചരം ചരാചരം അഹോ ദുസ്താം അവസ്ഥാം ദധൗ. ത്വയി, അല്ലയോ ഭഗവാനെ, അങ്ങ് ആശു പിന്നീട് അത് ചെയ്തു കഴിഞ്ഞ്, അതായത് അങ്ങനെ അപ്രകാരം ആ ഹിരണ്യകശിപുവിനെ വധിച്ചു. അതിനുശേഷം തം തെക്ത്വ, അവന്റെ ആ നിർജീവമായിട്ടുള്ള ശരീരത്തെ വലിച്ചെറിഞ്ഞിട്ട് തം രക്തലഹരി സിക്തം, ആ ചോര വീണ് നനഞ്ഞിരിക്കുന്ന അങ്ങയുടെ ഉന്നമദ്വർഷ്മണി, ഉന്നത ശരീരമായിട്ടുള്ളതുമായ അലയോ ഭഗവാനെ, അങ്ങ് പ്രത്യുത്പത്യ, വീണ്ടും ഉയർന്നു ചാടി എഴുന്നേറ്റുകൊണ്ട് സമസ്ത ദൈത്യപടലിയും, സഭയിലുണ്ടായിരുന്ന സകല അസുരന്മാരെയും ചാഖ്യാത്യമാനേ, ഒന്നൊന്നായി കടിച്ചു കുടഞ്ഞു. അഹോ, അല്ലയോ ഭഗവാനെ, എന്തോരു സംഭവമായിരുന്നു അത്! എന്താശ്ചര്യം ദൈവമേ! ചരാചരം ഭ്രാമ്യത് ഭൂമി, ആ സർവചരാചരവും അടങ്ങുന്ന ആ ഭൂമി അങ്ങനെ വട്ടം കറങ്ങി. വിളംബിതാം അമ്പുതികുലം, ആ അമ്പുതികുലം, ആ സമുദ്രം ഇളകി മറിഞ്ഞു. വ്യാലോല ശൈലോത്കരം, ആ ശൈലങ്ങൾ, പർവ്വതങ്ങൾ കുലുങ്ങിത്തെറിച്ചു. പ്രോത്സർപ്പത് ഖജരം, ആ കുഞ്ചിരോമങ്ങൾ തട്ടി നക്ഷത്ര സമൂഹങ്ങൾ സ്ഥാനം തെറ്റി താഴെ വീഴുകയും ചെയ്തു. ദുസ്താം അവസ്ഥാം, അങ്ങനെ എന്തെല്ലാം ദുരവസ്ഥകളാണ് പ്രഭു പ്രപഞ്ചത്തിനുണ്ടായത്! പ്രപഞ്ചം ആ സകലം ദുഃഖാവസ്ഥയെ പ്രാപിച്ചു. ദധൗ, പ്രാപിക്കുകയും ചെയ്തു. ഹിരണ്യകശിപുവിന്റെ ശരീരത്തിൽ നിന്നുള്ള ആ രക്തപ്രവാഹം കൊണ്ട് നനഞ്ഞിരിക്കുന്ന ഉന്നതഗാത്രനായ അലയോ ഭഗവാനെ, അങ്ങ് അതിനുശേഷം ആ ശരീരം അങ്ങോട്ട് വലിച്ചെറിഞ്ഞിട്ട് വീണ്ടും ചാടി എഴുന്നേറ്റുകൊണ്ട് ആ സഭയിലുണ്ടായിരുന്ന മറ്റസുരന്മാരെ എല്ലാം കടിച്ചു കുടഞ്ഞു. പിന്നീട് ആ നരസിംഹത്തിലേക്ക് തന്നെ അങ്ങ് പോയി, ആണ്ടുപോയി ഭഗവാന്റെ അവതാരം ആ നരസിംഹ രൂപത്തിൽ വന്നു. ആ നരസിംഹ രൂപത്തിന്റെ ആ ഒരു രീതിയുമായിട്ട് അങ്ങ് ഇഴുകിച്ചേർന്നു. ആ നരസിംഹം എപ്രകാരമാണോ പ്രവർത്തിക്കുന്നത് അപ്രകാരം തന്നെ തുടർന്ന് ഉള്ള ആ ചേഷ്ടകൾ ചെയ്യുവാൻ തുടങ്ങി. അതിന്റെ ആ ഒരു ഭീകര അവസ്ഥയിൽ, ആ പ്രകമ്പനത്താൽ ഭൂമി വട്ടം കറങ്ങുകയും സമുദ്രം കലങ്ങിമറിയുകയും പർവ്വതങ്ങൾ കുലുങ്ങിത്തെറിക്കുകയും ഭഗവാന്റെ ആ കുഞ്ചിരോമങ്ങൾ തട്ടി നക്ഷത്ര സമൂഹങ്ങൾ അവയുടെ സ്ഥാനം തെറ്റി താഴെ വീഴുകയും അങ്ങനെ പ്രപഞ്ചമാസകലം ദുഃഖകരമായിട്ടുള്ള ഒരവസ്ഥയെ പ്രാപിച്ചു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. തെക്ത്വാതം ഹതമാശു രക്തലഹരി സിക്തോന്നമത്വർഷ്മണി പ്രത്യുത്പത്യ സമസ്തദൈത്യപടലിം ചാഖ്യാദ്യമാനേ ത്വയി ഭ്രാമ്യത് ഭൂമി വികമ്പിതാംബുധികുലം വ്യാലോലശൈലോത്കരം പ്രോത്സർപ്പത്ഖജരം ചരാചരമഹോ ദുസ്താമവസ്ഥാം ദധൗ. ശ്ലോകം 8.
താവന്മാംസവപാകരാളവപുഷം ഘോരാന്ത്രമാലാധരം ത്വം മധ്യേ സഭമിദ്ധരോഷമുഷിതം ദുർവാരകുർവാരവം ആപ്യേതും ന ശശാക കോപി ഭുവനെ ദൂരെ സ്ഥിതാ ഭീരവാ സർവേ ശർവവിരിഞ്ച വാസവമുഖാ പ്രത്യേകമസ്തോഷദാ താവത് മാംസ വപാ കരാളവപുഷം ഘോരാന്ത്രമാലാധരം ത്വാം മധ്യേ സഭം ഇദ്ധ രോഷം ഉഷിതം ദുർവാരഗുർവാരവം അഭ്യേതും ന ശശാക കോപി ഭുവനെ ദൂരെ സ്ഥിതാം ഭീരവഃ സർവേ ശർവവിരിഞ്ച വാസവമുഖാഃ പ്രത്യേകം അസ്തോഷത താവത് അനന്തരം ആ മാംസവും കൊഴുപ്പും പുരണ്ട് കുടൽമാല ചുറ്റിയ ശരീരത്തോടു കൂടിയ ഭഗവാൻ ആ സഭാമധ്യത്തിലിരുന്ന് ഘോരഘോരമായി ഗർജിക്കുന്നു എന്ന് പറയുകയാണ്. താവത് അനന്തരം മാംസവപ കരാളവപുഷം മാംസം വപ എന്ന് പറഞ്ഞാൽ ആ കൊഴുപ്പ്, ആ മാംസവും രക്തവും കൂടി കലർന്ന് രക്തവും കൂടി വരുമ്പോ ആ മാംസം ആ തൊലി അങ്ങോട്ട് മാറുമ്പോൾ ആ ശരീരത്തിലെ ആ മാംസത്തോട് ചേർന്നിരിക്കുന്ന ആ ഒരു കൊഴുപ്പിനെയാണ് വപ എന്ന് പറയുന്നത്. മാംസവും കൊഴുപ്പും പുരണ്ട് കുടൽമാല ചുറ്റിയ ശരീരത്തോട് കൂടിയ അല്ലയോ ഭഗവാനെ അങ്ങ് ദുർവാരഗുർവാരവം ചെവി തുളഞ്ഞു കയറും പോലെയുള്ള ഗർജനം സഭമധ്യേ ആ സഭാമധ്യത്തിലിരുന്നു കൊണ്ട് രോഷം അത്രയും വർദ്ധിച്ച രോഷത്തോടെ ഉഷിതം ഇരിക്കുന്ന ത്വാം അഭ്യേതും അല്ലയോ ഭഗവാനെ അങ്ങനെയുള്ള അങ്ങയുടെ അടുത്തേക്ക് വരുവാനായിട്ട് എല്ലാവരും ഭയന്നു എന്ന് പറയുകയാണ്. ഭുവനെ കോപിന ശശാക ആ ഭുവനത്തിൽ ആർക്കും തന്നെ ധൈര്യമുണ്ടായില്ല. ശർവഹ വിരിഞ്ചഹ വാസവമുഖഹ ആ ശർവനാകട്ടെ വിരിഞ്ചനാകട്ടെ ആ ദേവേന്ദ്രനും മറ്റ് ദേവസമൂഹവുമാകട്ടെ ആരും തന്നെ തയ്യാറായില്ല. സർവേ ഭീരവഹ അവരെല്ലാരും ഭയന്ന് വിറച്ച് ദൂരെ മാറി നിന്നു. അതാണ് ദൂരെ സ്ഥിതാഹ ദൂരത്ത് നിന്നുകൊണ്ട് പ്രത്യേകമസ്തോഷത പ്രത്യേകം അവര് ദൂരെ മാറി നിന്ന് ഭഗവാനെ സ്തുതിച്ചു. ആ കോപത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് ആ ഭഗവാൻ നാരായണനിലേക്ക് എത്തിക്കുവാനായിട്ട്, അതായത് ഇപ്പോൾ നരസിംഹ രൂപവുമായിട്ട് ഭഗവാൻ അങ്ങ് ഇഴുകി ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് അതിന് തക്കവണ്ണമാണ് ഭഗവാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് വിടുവിച്ചു വന്നില്ലെന്നുണ്ടെങ്കിൽ വലിയ അനർത്ഥങ്ങളാണ് ഭൂമിക്ക് ഉണ്ടാകാൻ പോകുന്നത്, പ്രപഞ്ചത്തിനുണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർ പ്രത്യേകം മാറി നിന്ന് ഭഗവാനെ സ്തുതിക്കുവാൻ തുടങ്ങി എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. അങ്ങനെ മാംസവും കൊഴുപ്പും പുരണ്ട കുടൽമാല ചുറ്റിയ ശരീരത്തോടുകൂടി സഭാമധ്യത്തിലിരുന്ന് അതിഘോരമായിട്ട് ഗർജിക്കുന്ന നരസിംഹരൂപിയായിരിക്കുന്ന അല്ലയോ ഭഗവാനെ അങ്ങയെ സമീപിക്കുവാനായിട്ട് ഈ പ്രപഞ്ചത്തിൽ ആരും തന്നെ ഉണ്ടായില്ല. ഭീരുക്കളായി ഭവിച്ച അവരെല്ലാവരും തന്നെ രുദ്രനാകട്ടെ ബ്രഹ്മാവാകട്ടെ ഇന്ദ്രനാകട്ടെ മറ്റ് ദേവന്മാരാകട്ടെ എന്തിന് ലക്ഷ്മി ദേവി പോലും അതിന് തയ്യാറായില്ല. അവരെല്ലാം ദൂരെ മാറി നിന്നുകൊണ്ട് ഭഗവാനെ സ്തുതിച്ചു, കീർത്തനങ്ങൾ ആലപിച്ചു ഭഗവാനെ പ്രീതിപ്പെടുത്തുവാനായിട്ട് എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. താവൻ മാംസവപാകരാളവപുഷം ഘോരാന്ത്രമാലാധരം ത്വം മധ്യേ സഭമിദ്ധരോഷമുഷിതം ദുർവാരഗുർവാരവം അഭ്യേതും ന ശശാക കോപി ഭുവനെ ദൂരെ സ്ഥിതാ ഭീരവാ സർവേ ശർവവിരിഞ്ച വാസവമുഖാ പ്രത്യേകമസ്തോഷദാ. ശ്ലോകം 9. ഭൂയോപ്യക്ഷതരോഷധാംനി ഭവതി ബ്രഹ്മാജ്ഞയാ ബാലകേ പ്രഹ്ലാദേ പദയോർനമത്യപഭയേ കാരുണ്യഭാരാകുല ശാന്തസ്തും കരമസ്യ മൂർധനി സമധാ സ്തോത്രൈരഥോദ്ഗായത തസ്യാ കാമധിയോപി തേ നിധവരം ലോകായ ചാനുഗ്രഹം ഭൂയഃ അപി അക്ഷത രോഷധാംനി ഭവതി ബ്രഹ്മാജ്ഞയാ ബാലകേ പ്രഹ്ലാദേ പദയോഃ നമതി അപഭയേ കാരുണ്യഭാരാകുലഃ ശാന്തഃ ത്വം കരം അസ്യ മൂർധനി സമധാഃ സ്തോത്രൈഃ അധ ഉദ്ഗായത തസ്യ അകാമധിയഃ അപി തേനിധ വരം ലോകായ ച അനുഗ്രഹം ഭൂയഃ അപി
അതിനുശേഷം അങ്ങ് ആ ദേവന്മാരെല്ലാവരും എത്രമാത്രം നിന്ന് സ്തുതിച്ചിട്ടും കീർത്തനങ്ങൾ ആലപിച്ചിട്ടും ഭഗവാനെ പ്രീതിപ്പെടുത്തുവാൻ ശ്രമിച്ചിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല. അതാണ് പറയുന്നത് ഭൂയഹ അപീഭവതി, യാതൊന്നും തന്നെ അവിടെ സംഭവിച്ചില്ല എന്ന് കണ്ട് ബ്രഹ്മാവ് പ്രഹ്ലാദനോട് അപേക്ഷിക്കുകയാണ്. അതാണ് ബ്രഹ്മാജ്ഞയാ ബാലകേ, ആ ബ്രഹ്മാവിന്റെ അപേക്ഷ പ്രകാരം പ്രഹ്ലാദനോട് ഇപ്രകാരം പറഞ്ഞു, അല്ലയോ പ്രഹ്ലാദ, നിനക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ രൂപത്തെ സ്വീകരിച്ചത്. ഈ രൂപത്തിൽ നിന്ന് ഭഗവാൻ പുറത്തു വന്നില്ല എങ്കിൽ ഈ പ്രപഞ്ചത്തിന് ആകെ വലിയ ആപത്കരമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ. അതുകൊണ്ട് നീ തന്നെ ശ്രമിച്ചാലും എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞയക്കുകയാണ്. അപ്പോൾ ആ പ്രഹ്ലാദനാകട്ടെ അപഭയേ, ഒട്ടും ഭയമില്ലാതെ, തന്റെ പിതാവ് ഇത്രമാത്രം ക്രൂരമായ പ്രവൃത്തികൾ തന്നോട് ചെയ്തിട്ടും തനിക്ക് യാതൊരു ഭയവും ഉണ്ടായിരുന്നില്ല. കാരണം ആ മനസ്സിൽ നിറയെ നാരായണനായിരുന്നു. അതുകൊണ്ട് തന്നെ എന്റെ നാരായണന്റെ അടുക്ക പോകാൻ എനിക്കെന്തിനു ഭയം? പതയോഹോ നമതി, ഓടിച്ചെന്ന് ഭഗവാന്റെ കാൽക്കൽ നമസ്കരിച്ചുകൊണ്ട്, അപ്പോൾ ത്വം കാരുണ്യഭരാകുലഹ, ആ ഭഗവാനാകട്ടെ ഒരു വിറയൽ സംഭവിച്ചു. കാരണം അവനോടുള്ള ആ വാത്സല്യ അതിരേകത്താൽ ആ ശാന്തത കൈവന്നു. ശാന്തഹ ആസ്യ മൂർധനി കരം സമദാഹ, അങ്ങനെ ആ കുഞ്ഞു ബാലനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അവന്റെ തലയിൽ അങ്ങനെ തടോടി. ആ അവസരത്തിൽ പ്രഹ്ലാദനാകട്ടെ ഭഗവാനെ മഹത്തായ ഒരു സ്തോത്രം ചൊല്ലി സ്തുതിക്കുകയാണ്. അഥ അനന്തരം സ്തോത്രൈഹി ഉദ്ഗായതഃ, മഹത്തായ സ്തോത്രങ്ങളാൽ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് നിൽക്കുന്ന അസ്യ, അവന് അകാമതീയഃ അപി, അവൻ ഒന്നും തന്നെ ആവശ്യപ്പെട്ടില്ല എങ്കിൽ പോലും ഭഗവാൻ അവന് വരം തേനിധ, ആ വരങ്ങൾ നൽകിയിട്ട് ലോകായ ച അനുഗ്രഹം, ലോകാനുഗ്രഹത്തിനായിട്ട് ആ ദൈത്യാധിപത്യത്തെ തന്നെ അവന് നൽകി അനുഗ്രഹിച്ചു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. ബ്രഹ്മാദി ദേവന്മാരുടെ സ്തുതിഗീതങ്ങളാൽ ഒന്നും ഭഗവാൻ ഒട്ടും ശാന്തനാകുന്നില്ല എന്ന് കണ്ട ബ്രഹ്മാവ് ഭഗവാനെ സംപ്രീതനാക്കുവാനായിട്ട് പ്രഹ്ലാദനെ തന്നെയാണ് നിയോഗിച്ചത്. അവനാകട്ടെ യാതൊരു ഭയവുമില്ലാതെ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ചെന്ന് വീണ് നമസ്കരിച്ചു. ശിശുവായ പ്രഹ്ലാദനിലുള്ള ആ വാത്സല്യ അതിരേകത്താൽ പരവശനായി തീർന്ന ഭഗവാൻ പെട്ടെന്ന് ശാന്തനായി. അതിനുശേഷം അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അവന്റെ ശിരസിൽ കൈവച്ച് അവന് ആവശ്യമുള്ള, അവൻ ചോദിക്കാതെ തന്നെ വീണ്ടും വരങ്ങൾ നൽകി അനുഗ്രഹിച്ചു. ലോകത്തിന്റെ നന്മയ്ക്കായിട്ട് നീ ഈ ദൈത്യാധിപത്യം സ്വീകരിക്കണം എന്നും പറഞ്ഞവനെ അനുഗ്രഹിച്ചു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. പൂയോപ്യക്ഷതരോഷധാംനി ഭവതി ബ്രഹ്മാജ്ഞയാ ബാലകേ പ്രഹ്ലാദേ പദയോർനമദ്യപഭയേ കാരുണ്യഭാരാകുല ശാന്തസ്തും കരമസ്യ മൂർധനി സമധാ സ്തോത്രൈരഥോദ്ഗായത തസ്യാ കാമധിയോപി തേ നിധവരം ലോകായ ചാനുഗ്രഹം. 10ാമത്തെ ശ്ലോകം. ഏവം നാടിതരൗദ്രചേഷ്ടിത വിഭോ ശ്രീതാപനീയാഭിധ ശ്രുത്യന്ത സ്ഫുടഗീത സർവമഹിമന്നത്യന്ത ശുദ്ധാകൃതേ തത്താധൃങ്നിഖിലോത്തരം പുനരഹോ കസ്ത്വാം പരോ ലംഘയേത് പ്രഹ്ലാദ പ്രിയാ ഹേ മരുത്പുരപദേ സർവാമയാ പാഹി മാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഏവം നാടിത രൗദ്ര ചേഷ്ടിത വിഭോ ശ്രീതാപനീയ അഭിത ശ്രുത്യന്ത സ്ഫുട ഗീത സർവമഹിമൻ അത്യന്ത ശുദ്ധാകൃതേ തത്താദൃങ് നിഖിലോത്തരം പുനഃ അഹോ കഹ ത്വാം പരഹ ലംഘയേത് പ്രഹ്ലാദ പ്രിയ ഹേ മരുത്പുരപദേ സർവാമയാത് പാഹി മാം. ഏവം ഇപ്രകാരം നാടിത രൗദ്ര ചേഷ്ടിതം, ഈ രൗദ്രഭാവത്തെ, ഈ രൗദ്രഭാവം പൂണ്ട് കാണിച്ച ഈ ചേഷ്ടകളെല്ലാം നാട്യമായിരുന്നുവല്ലോ ഭഗവാനെ. കാരണം ഈ ഹിരണ്യകശിപു ആരാണെന്ന് ഭഗവാന് നന്നായിട്ടറിയാം, ഹിരണ്യകശിപുവിനും അറിയാം. തന്റെ പാർഷദന്മാരിലെ ജയവിജയന്മാരാണ് ഹിരണ്യകശിപു, ഹിരണ്യാക്ഷ
ഹിരണ്യാക്ഷനുമായിട്ട് വന്നത് എന്ന് ഭഗവാന് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഈ കാണിച്ച ക്രോധവും എല്ലാം തന്നെ നാട്യമായിരുന്നല്ലോ ഭഗവാനെ. മേൽപ്പത്തൂരിന്റെ ഭാഷ്യമാണത്. കാരണം ആ സനകാദി മഹർഷിമാർ ശപിക്കുന്ന ആ അവസരത്തിൽ ജയവിജയന്മാർ ഒന്നേ ഭഗവാനോട് അപേക്ഷിച്ചുള്ളൂ, ഭഗവാനെ ഞങ്ങൾ അസുരന്മാരായിട്ട് തീരുന്ന ആ സന്ദർഭത്തിലും ഭഗവാന്റെ സ്മരണ ഞങ്ങളിൽ ഉണ്ടായിരിക്കണമേ എന്ന്. അതുകൊണ്ട് തന്നെ തങ്ങൾ ഇപ്രകാരം പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ തങ്ങൾക്ക് മോക്ഷം കിട്ടൂ, ഭഗവാൻ വധിച്ചെങ്കിൽ മാത്രമേ തങ്ങൾക്ക് മോക്ഷം കിട്ടൂ എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പറയുന്നത് ഏവം നാടിത രൗദ്രചേഷ്ടിതം. അങ്ങിപ്രകാരം നാട്യം കാണിച്ചതാണല്ലോ ഈ രൗദ്രചേഷ്ടകളെ കൊണ്ട്. അത്യന്ത ശുദ്ധാകൃതേ, ഏറ്റവും ശുദ്ധമായി ആ ആകാരത്തോടു കൂടിയ അലയോ ഭഗവാനെ ശ്രീതാപനീയ അഭിത ശുദ്ധ്യന്തം. ആ ശ്രീതാപനീയം എന്ന ഉപനിഷത്തില് പറയുന്ന ആ ശ്ലോകങ്ങളെല്ലാം അത്രയും ശ്രേഷ്ഠകരമായിട്ടുള്ള ആ ശുദ്ധമായിട്ടുള്ള ഭഗവാനെ വർണ്ണിക്കുന്ന ആ സ്തോത്രത്താൽ സ്ഫുടഗീത സർവമഹിമൻ, അതിസ്പഷ്ടമായി പാടി പുകഴ്ത്തിയിട്ടുള്ള സകല മഹാത്മ്യത്തോടും കൂടിയ അലയോ ഭഗവാനെ വിഭോ തത്താതൃങ്, അപ്രകാരം മറ്റൊന്നിനോട് ഉപമിക്കുവാൻ പോലും സാധ്യമല്ലാത്ത നിഖിലോത്തരം സർവോത്കൃഷ്ടമായിട്ടുള്ള ത്വാം അങ്ങയെ പുനഃ പിന്നീട് പരഹ കഹാലംഘേത്, വേറൊരുത്തർക്ക് അന്യരായിട്ടുള്ള മറ്റാർക്കാണ് ഇപ്രകാരം ചെയ്യുവാൻ പറ്റുന്നത്? ആ ഭഗവാൻ നാരായണന്റെ നേർക്ക് പിന്നെ മറ്റൊരാൾക്ക് എപ്രകാരമാണ് ഇപ്രകാരം ക്രോധിതനായിട്ട് പ്രഹരിക്കുവാൻ തോന്നുന്നത്? അത് രണ്ടു കൂട്ടർക്കും അറിയായിരുന്നു. അപ്പൊ ഇതെല്ലാം നാട്യമായിരുന്നല്ലോ ഭഗവാനെ. ഹേ പ്രഹ്ലാദപ്രിയ, അല്ലയോ പ്രഹ്ലാദപ്രിയ ഭഗവാനെ, മരുത്പുരപതേ ഗുരുവായൂരപ്പ, മാം സർവ ആമയാത്, എന്നിലുള്ള സകലമാനമായിട്ടുള്ള രോഗദുരിതങ്ങളെയും മാറ്റി എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ദശകം മേൽപ്പത്തൂർ അവസാനിപ്പിക്കുകയാണ്. ഇപ്രകാരം രൗദ്രചേഷ്ടകളൊക്കെ അഭിനയിച്ച ഭഗവാനെ വിളിക്കുകയാണ്. അല്ലയോ ഭഗവാനെ, അങ്ങ് ഇപ്രകാരമൊക്കെ കാണിച്ചത് അഭിനയമായിരുന്നില്ലേ? ശ്രീതാപനീയം എന്ന ഉപനിഷത്തിനാൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന അത്രയും അനന്ത മാഹാത്മ്യത്തോടും അത്യന്തം പരിശുദ്ധവുമായിട്ടുള്ള മഹാവിഷ്ണു മറ്റൊന്നിനോടും ഉപമിക്കാൻ പാടില്ലാത്ത അങ്ങയോട് ആ പാർഷദന്മാർ തന്നെയല്ലയോ ഈ ഹിരണ്യകശിപും ഹിരണ്യാക്ഷനും? അവർക്കല്ലാതെ മറ്റാർക്കാണ് അങ്ങയെ അതിക്രമിക്കുവാനുള്ള ആ ശക്തി ഉണ്ടാവുക? അല്ലയോ പ്രഹ്ലാദ പ്രിയ, എന്നെ സർവവിധ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ദശകം മേൽപ്പത്തൂർ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഏവം നാടിതരൗദ്രചേഷ്ടിത വിഭോ ശ്രീതാപനീയാഭിത ശ്രുത്യന്ത സ്ഫുടഗീത സർവമഹിമൻ അത്യന്ത ശുദ്ധാകൃതേ തത്താധൃങ്നിഖിലോത്തരം പുനരഹോ കസ്ത്വാം പരോ ലംഘയേത് പ്രഹ്ലാദ പ്രിയാ ഹേ മരുത്പുരപദേ സർവാമയാത് പാഹി മാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.